നിമിഷങ്ങൾക്കകമല്ലേ അഭിനയിച്ച് മാറ്റുന്നത്. ആ സിറ്റുവേഷൻ അങ്ങനെ അഭിനയിച്ച് മാറ്റി തകർക്കുകയാണ്. അതിലെല്ലാവരും വീണിട്ടുണ്ട്. ആ കളി നടക്കാത്തത് നമ്മുടെ റോക്കിയുടെ അടുത്ത് മാത്രമാണ്. റോക്കിക്ക് മാത്രമേ തലയ്ക്കകത്ത് ആൾതാമസമുള്ളൂ എന്ന് തന്നെ പറയേണ്ടി വരും. റോക്കിയോട് വന്ന് പറയുന്നുണ്ട് 2 ദിവസം ഒന്നും മിണ്ടാതിരിക്കണം. എന്തിനു മിണ്ടാതിരിക്കണം റോക്കി? റോക്കി എന്തിനു മിണ്ടാതിരിക്കണം? നിങ്ങൾ പറയുമ്പോൾ മിണ്ടാനും നിങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു തരാനുമാണോ അവരോട് കളിക്കാൻ വന്നിട്ടുള്ളത്? റോക്കി മിണ്ടാതിരിക്കേണ്ട യാതൊരു ആവശ്യമില്ലാന്ന്. നിങ്ങൾ റോക്കിയോട് ഇങ്ങനെ അല്ലല്ലോ 2 ദിവസം മുമ്പ് വരെ പെരുമാറിയിരുന്നു. ഇപ്പം നിങ്ങൾക്കൊരു വിഷമം വന്നപ്പോൾ ബാക്കി കണ്ടസ്റ്റൻസ് എല്ലാം അത് മനസ്സിലാക്കി അയ്യോ ജാസ്മിൻ വിഷമിക്കേണ്ട, ഞങ്ങൾ മിണ്ടാതിരുന്നു തരാം എന്ന് പറയുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? വയ്യാത്ത ഉപ്പയുടെ വിശേഷങ്ങളൊന്നും ജാസ്മിന് തിരക്കണ്ടേ? വല്ലാതെ കരഞ്ഞ് മെഴുകുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഉപ്പയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ജാസ്മിൻ അറിയണ്ടേ? അതെന്താ ജാസ്മിൻ ബിഗ് ബോസോട് ചോദിക്കാത്ത? പിന്നെ നമ്മുടെ ജാസ്മിൻ ഒട്ടും ഇമേജ് കോൺഷ്യസ് അല്ലല്ലോ. അപ്പോൾ പിന്നെ ഇമേജിനെ ആലോചിച്ചും കരയേണ്ട ആവശ്യമില്ല. പിന്നെ എന്തിനാണാവോ കുഞ്ഞിങ്ങനെ കരയുന്നത്? വിവരങ്ങൾ അറിഞ്ഞ ജാസ്മിൻ കളി മാറ്റുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണമായിരുന്നു. സ്വിച്ച് ഇട്ടമാരി പുറത്ത് വന്നിട്ട് അയ്യോ ഗബ്രി എന്നെ തൊടലേ, എന്തേ? ഇപ്പം ജാസ്മിനെ ആശ്വസിപ്പിക്കാൻ ഗബ്രിയുടെ കരങ്ങൾ വേണ്ടേ? എന്തുവാ